ഇതേ സമയത്താണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ മലയാളിയായിട്ടുള്ള റിൻസൺ ജോസ് എന്ന വയനാട്ടുകാരൻ്റെ പേര് കേൾക്കുന്നതല്ലേ. റിൻസൺ ജോസും ഇതുമായിട്ട് എന്താണ് ബന്ധം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ഡീലാണ് നടക്കുന്നതല്ലേ. അതായത് എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. ആറ്റം ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുതുമയാണോ? അല്ല, കാരണം ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ആറ്റം ബോംബ് ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹിരോഷിമ, നാഗാസാക്കി, ഈ പേര് ആർക്കും തന്നെ മറക്കാൻ പറ്റുന്ന ഒന്നല്ല അല്ലേ. അപ്പോൾ ചരിത്രത്തിൽ ഇതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള വളരെ മാരകമായിട്ടുള്ളതും വളരെ തന്ത്രപരമായിട്ടുള്ള യുദ്ധരീതികളും ആക്രമണ രീതികളും ഉപയോഗിച്ചതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ വിയറ്റ്നാം വാറിൻ്റെ ഇടയിൽ വിയറ്റ്നാമീസ് അമേരിക്കയെ നേരിട്ടത് വളരെ തന്ത്രം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു, വളരെ കെണികളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നല്ലേ. പക്ഷേ ഇന്നേ വരെ ലോകം കാണാത്ത, ലോകത്തെ ഒന്നടങ്കം നടുക്കിയ ഒരു വ്യത്യസ്തമായിട്ടുള്ള അത്രത്തോളം ബുദ്ധിപരമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു സെപ്റ്റംബർ 17, 2024 ഇസ്രായേലിൽ ഹെസ്ബുള്ളയ്ക്ക് നേരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. വർഷം 1980കളിലും 90കളിലും ഒക്കെ വ്യാപകമായിട്ട് ലോകമെമ്പാടും ഉപയോഗിച്ചിരുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് പേജർ. എന്താണ് ഈ പേജറിലൂടെ ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് മെസ്സേജുകൾ നമുക്ക് അയക്കാൻ സാധിക്കും. ഇത് വർക്ക് ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസിയിലൂടെയാണ്. അപ്പോൾ അത് പിന്നീട് നമുക്ക് ഫോൺ വന്നു, SMS വന്നു, വലിയ സംവിധാനങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിവൈസ് ടോട്ടലി ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. എന്നിരുന്നാലും പല മിലിറ്റന്റ് ഗ്രൂപ്പുകളും, അതായത് ഹാക്ക് ചെയ്യപ്പെടരുത്, ഫോൺ ആണെങ്കിൽ ഹാക്ക് ചെയ്യപ്പെടാം, അതുകൊണ്ട് മെസ്സേജുകൾക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഹെസ്ബുള്ള പോലുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഇപ്പോഴും പേജറുകൾ ഉപയോഗിക്കാറുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി പറയാം. പേടിക്കേണ്ട, തീർത്തും സൗജന്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഈ വർഷാരംഭത്തിൽ ടെക് ജയൻസ് ആയിട്ടുള്ള ഡെല്ല്, ആമസോൺ, ഗൂഗിളിൽ നിന്നൊക്കെ ഒരുപാട് എംപ്ലോയീസിനെ അവർ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണമായി മാറിയത് എന്താണ്? ഈ ഒരു എംപ്ലോയീസിന് വളർന്നു വരുന്ന ടെക്നോളജിയിലുള്ള പരിജ്ഞാനക്കുറവാണ്. അത് ഉപയോഗിക്കാൻ അറിയാത്തത് മൂലമാണ് ഇവർക്കൊക്കെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഭാവിയിൽ ഈ ബുദ്ധിമുട്ട് നേരിടാതിരിക്കാൻ വേണ്ടി ഗ്രോത്ത് സ്കൂൾ അവരുടെ AI ആൻഡ് ChatGPT മെഗാ AI മാസ്റ്റർ ക്ലാസ് നമുക്ക് സൗജന്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ലിങ്കിലൂടെ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 1500 പേർക്ക് മാത്രമായിരിക്കും ഇത് സൗജന്യമായിട്ട് ലഭിക്കുക. അപ്പോൾ ഇതൊരു 3 മണിക്കൂറുള്ള ഒരു കോഴ്സാണ്. ഈ വർക്ക്ഷോപ്പ് ഞാനും സൗജന്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 20ലധികം വരുന്ന ടൂളുകളെ കുറിച്ച് സൗജന്യമായിട്ട് പഠിക്കാൻ എനിക്ക് സാധിച്ചു. എൻ്റെ തമ്പനയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിപ്പോൾ AI ജനറേറ്റഡ് ഇമേജ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിതിന് കൊടുക്കുന്ന റേറ്റിംഗ് 5 out of 5 ആണ്. AI ഉപയോഗിക്കാൻ പഠിക്കുന്നതിലൂടെ അനായാസമായിട്ട് ജോലി തിരയാനോ, എക്സലിലെ കോംപ്ലക്സ് ഡാറ്റകൾ എളുപ്പത്തിൽ സോർട്ട് ചെയ്യാനോ, വേറിട്ട് നിൽക്കുന്ന പ്രസന്റേഷൻ കാഴ്ചവെക്കാനോ, നല്ല ബിസിനസ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ നല്ലൊരു പേഴ്സണൽ ബ്രാൻഡിംഗ് ബിൽഡ് ചെയ്യാനോ ഒക്കെ സഹായകരമാകും. നിങ്ങളുടെ ടെക്കിലായിക്കോട്ടെ, നോൺ ടെക്കിലായിക്കോട്ടെ, ഉദാഹരണം സെയിൽസ്, മാർക്കറ്റിംഗ്, HR, ഫൗണ്ടർ, ഫ്രീലാൻസർ, ആരുമായിക്കൊള്ളട്ടെ, ഈ വർക്ക്ഷോപ്പ് നിങ്ങൾക്കുള്ളതാണ്. 10 ലക്ഷത്തിലധികം ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ജോയിൻ ചെയ്ത് അവരുടെ കരിയറൊക്കെ ബൂസ്റ്റ് ചെയ്തു. എന്തായാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ആദ്യത്തെ 1500 പേർക്ക് മാത്രമാണ് സൗജന്യമായിട്ടുള്ളത്. സെപ്റ്റംബർ 17 സംഭവിച്ച കാര്യം എന്തെന്നാൽ ഹെസ്ബുള്ളയിൽ 5000 കണക്കിന് വരുന്ന വ്യക്തികൾ ഉപയോഗിക്കുന്ന പേജറുകൾ ഒരേ സമയത്ത് പൊട്ടിത്തെറിക്കുകയാണ്. ഈ പൊട്ടിത്തെറിയിൽ 37 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 3000-ലധികം വരുന്ന ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ പരിക്കേറ്റതിൽ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഒരു പൊട്ടിത്തെറിച്ച് അപകടം സംഭവിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ വേറെ തരത്തിലൊന്നും ചിന്തിക്കത്തില്ല അല്ലേ. കൈപൊള്ളി, കാലുപൊള്ളി, മുഖത്തിന് ഡാമേജ് ആയി. പക്ഷേ മറ്റൊന്ന് ചിന്തിക്കുക, നമ്മൾ ഫോൺ സൂക്ഷിക്കുന്ന എവിടെയാണ്? നമ്മളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലാണല്ലേ. ആ ഫോൺ ശക്തമായിട്ട് പൊട്ടിത്തെറിച്ചാൽ, അതായത് ഒരാളെ കൊല്ലാൻ ശേഷിയുള്ള രീതിയിൽ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഭാഗത്തായിരിക്കും നമുക്ക് ഡാമേജ് പറ്റുക? നമ്മളുടെ സ്വകാര്യ ഭാഗങ്ങളാണല്ലേ. അപ്പോൾ ഈ 3000 കണക്കിന് പരിക്കേറ്റ ആൾക്കാരുടെ ഭൂരിഭാഗം സ്വകാര്യ ഭാഗങ്ങളായിരുന്നു തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഫുട്ടേജിലൊക്കെ അത് വ്യക്തമായിട്ട് കാണാമായിരുന്നു. ആ ഭാഗം ചിന്നിച്ചിതറി അവിടുന്ന് ചോരയലിക്കുന്ന ഒരു CCTV ഫുട്ടേജ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ലോകം ഒന്നടങ്കം നടുങ്ങിയാണ്. കാരണം ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് മനസ്സിലാവും ഇത് എങ്ങനെ സാധ്യമായി, ഇതെങ്ങനെ ഇവർ ചെയ്തു, എങ്ങനെ പ്ലാൻ ചെയ്തു, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്തു, ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റാത്ത രീതിയിലാണ്. കാരണം എന്തുകൊണ്ടാണ് ഹെസ്ബുള്ള ഫോണോ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്ക് ചെയ്യപ്പെടാം. ഇപ്പോൾ സ്മാർട്ട് ഫോണൊക്കെ ആണെങ്കിൽ ഹാക്ക് ചെയ്യപ്പെടാമല്ലോ. അതുകൊണ്ടാണ് 1980കളിലെ ഒരു ഡിവൈസ്, SMS മാത്രം അയക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് അവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് വേറെ സോഫ്റ്റ്വെയറുകളോ കാര്യമായിട്ട് ഒരു തരത്തിലുള്ള ഒന്നുമില്ല. ജസ്റ്റ് റേഡിയോ ഫ്രീക്വൻസി വെച്ച് ടെക്സ്റ്റ് മെസ്സേജുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് മാത്രമാണ്. അതെങ്ങനെ പൊട്ടിത്തെറിച്ചു? അപ്പോൾ അതിൻ്റെ അകത്ത് പൊട്ടിത്തെറിക്കണമെങ്കിൽ, അവരുടെ കയ്യിലിരിക്കുന്ന വസ്തു പൊട്ടിത്തെറിക്കണമെങ്കിൽ നേരത്തെ തന്നെ അതിൻ്റെ അകത്ത് എക്സ്പ്ലോസീവ്സ്, സ്ഫോടന വസ്തുക്കൾ വേണ്ടേ? ഈ സ്ഫോടന വസ്തുക്കൾ ഉണ്ടെങ്കിൽ തന്നെ അത് ചെറിയ അളവിലല്ലേ ഉള്ളത്, അല്ലെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ലേ? ഈ ഒരു സാധനമാണ് അവർ ഇത്രയും കാലം പോക്കറ്റിൽ ഇട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇപ്പോൾ സ്മാർട്ട് ഫോണൊക്കെ ആണെങ്കിൽ ഒരേ സമയത്ത് എന്തെങ്കിലും മെസ്സേജ് ട്രിഗർ ചെയ്യുന്ന പോലെ തന്നെ ഇത് ഒരേ സമയത്ത് ട്രിഗർ ചെയ്യാൻ പറ്റുമോ? ഇത് ഇസ്രായേൽ ചെയ്തത് എന്ത് കളിയാണ് കളിച്ചത്? ഏത് ബുദ്ധി ലെവലിലാണ് അവർ കളിച്ചത്? ഇതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടു തുടങ്ങി ഭ്രാന്തമായിട്ട് ആൾക്കാർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയാണ്. കാരണം എല്ലാവരും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു ഈ ഒരു ആക്രമണം. പിന്നീട് പുറത്തു വന്ന ഒരുപാട് വാർത്തകൾ, ഒന്ന് നമ്മൾ മലയാളികളെ കാര്യമായിട്ട് ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഈ പേജർ ആക്രമണത്തിലെ ഒരു പ്രധാനി, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തി മലയാളിയായിട്ടുള്ള വയനാട്ടുകാരനായിട്ടുള്ള റിൻസൺ ജോസ് ആണ് എന്നുള്ള വാർത്തയായിരുന്നു. റിൻസൺ ജോസും ഈ പേജർ ആക്രമണമായിട്ട് എന്താണ് ബന്ധം? എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഇങ്ങനത്തെ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്? എങ്ങനെയാണ് അവർ ഓപ്പറേറ്റ് ചെയ്തത്? എന്താണ് ഈ ഒരു ഹിസ്ബുള്ളയും ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നം? എല്ലാം നമുക്ക് സംസാരിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 2023 ഒക്ടോബർ 7 ഹമാസ് എന്ന് പറയുന്ന പലസ്തീൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്.
ഇസ്രായേൽ പരസ്യമായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തി ഹമാസിനെയും തിരിച്ചാക്രമിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ലെബനനിലുള്ള ഒരു മിലിറ്റന്റ് ഗ്രൂപ്പായിട്ടുള്ള ഇറാൻ പ്രോക്സി ആയിട്ടുള്ള ഹെസ്ബുള്ള എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. ഇസ്രായേൽ ഒരു ഭാഗത്ത് ഹമാസുമായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്, ഒരു ഭാഗത്ത് ഹെസ്ബുള്ളയായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. ഹെസ്ബുള്ള എന്നത് ലെബനനിലെ ഏതെങ്കിലും ചെറിയ മിലിറ്റന്റ് ടീമല്ല, ഇറാൻ ബാക്കപ്പ് ചെയ്യുന്ന വലിയ ടീമാണ് അവർ. ഈവൻ പൊളിറ്റിക്കൽ പവർ നോക്കുകയാണെങ്കിൽ തന്നെ ലെബനീസ് പാർലമെന്റിൽ 13 മെമ്പർ അടക്കമുള്ള ശക്തമായിട്ടുള്ള സ്വാധീനം അവർ ചെലുത്തുന്നുണ്ട്. ഇനി പൊളിറ്റിക്കൽ പവർ മാത്രമാണോ? അല്ല, മിലിറ്ററി പവർ, മിലിറ്റന്റ് പവർ അത്രത്തോളം ഉണ്ട്. 1,00,000-ലധികം വരുന്ന സേനയുള്ള ഒരു മിലിറ്ററി ഗ്രൂപ്പ് കൂടെ ഹെസ്ബുള്ളയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. കുറെ വർഷങ്ങളായിട്ട് ഹെസ്ബുള്ളയെ പറ്റിയിട്ടുള്ള കാര്യമായിട്ടുള്ള വാർത്തകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഹെസ്ബുള്ള എന്നാണോ ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങിയത്, ഇസ്രായേൽ തിരിച്ചാക്രമിച്ചു, രണ്ടുപേരും തമ്മിൽ യുദ്ധമാകുന്നു, അപ്പോഴാണ് ഹെസ്ബുള്ള വീണ്ടും മാധ്യമങ്ങളുടെ ഇടം പിടിക്കുന്നത്. ഹെസ്ബുള്ളയെ തകർക്കാൻ വേണ്ടി ഇസ്രായേൽ ലെബനനിലെ ബെയ്റൂട്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അതിന്റെ ക്യാപിറ്റലാണ് ബെയ്റൂട്ടിലുള്ള അവരുടെ കേന്ദ്രങ്ങളും അവിടുത്തെ ഈ ഓഫീസും എംബസി ഓഫീസും എല്ലാം അതിനെതിരെ വലിയ വ്യോമാക്രമണം നടത്തുകയാണ്. അങ്ങനെ അതിൻ്റെ അകത്ത് ഇറാനിൻ്റെ തന്നെ ഈ റവല്യൂഷണറി ഗാർഡ് കൗൺസിലിലെ ഉദ്യോഗസ്ഥർ മരണപ്പെടുന്നുണ്ട്. ഈ ഹെസ്ബുള്ളയുടെ തന്നെ ലീഡേഴ്സ്, ആ ലീഡേഴ്സിൻ്റെ ഒരു ട്രീ തന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ആ ഹെസ്ബുള്ളയുടെ ഏറ്റവും പരമോന്നത തലവൻ മുതൽ അതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ഇസ്രായേൽ നിലവിൽ വകവരുത്തിയിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഹെസ്ബുള്ളയും കൊടുക്കുന്നുണ്ടായിരുന്നു, മറിച്ച് ഇസ്രായേലും കൊടുക്കുന്നുണ്ടായിരുന്നു. ഇസ്രായേൽ പക്ഷേ അവിടെ ലെബനനിൽ ബെയ്റൂട്ട് ആകെ തകർത്തു. എല്ലാം വകവരുത്തുന്ന സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഒക്ടോബർ 11, 2023 കഴിഞ്ഞ വർഷം ഹമാസ് ആക്രമണം നടത്തി 4-ാം ദിവസം ഇസ്രായേലി ഇന്റലിജൻസിന് ഒരു വാർത്ത കിട്ടിയാണ്. ഹമാസ് എങ്ങനെയാണോ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്, അതായത് പാരാഗ്ലൈഡേഴ്സും മറ്റു മാർഗ്ഗങ്ങളൊക്കെ 4 മാർഗ്ഗങ്ങളിലൂടെ ആയിരുന്നു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അല്ലെ, സെയിം മാർഗ്ഗങ്ങളിലൂടെ ഈ ഹെസ്ബുള്ള എന്ന് പറയുന്ന ഗ്രൂപ്പും ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ലെബനൻ ബോർഡറിലുള്ള ഒരു 96,000-ഓളം വരുന്ന ഇസ്രായേലി പൗരന്മാർ അവിടുന്ന് മാറി താമസിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇസ്രായേൽ ഇന്റലിജൻസ് വിഭാഗവും മൊസാദും ചെയ്ത കാര്യം എന്തെന്നാൽ, ലോകത്തിലെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ചാര സോഫ്റ്റ്വെയർ ഉണ്ട്, പെഗാസസ്. അത് ഇന്ത്യയൊക്കെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. നമ്മൾ അതിനെപ്പറ്റി പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഗവൺമെന്റ് രാഷ്ട്രീയക്കാരുടെയൊക്കെ ഫോൺ പെഗാസസ് ഉപയോഗിച്ച് ചോർത്തുന്നു എന്ന് പറഞ്ഞൊക്കെ അല്ലേ. എന്തായാലും ഈ പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഹെസ്ബുള്ള നേതാക്കളുടെ ഫോണ് ഇസ്രായേലിൽ ചോർത്തിയടിക്കുകയാണ്. ഓക്കെ, ചാറ്റും വിവരങ്ങളും കോളും എല്ലാം കിട്ടും. അതിനോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് കിട്ടുന്നത് എന്താണ്, അവരുടെ പ്രിസൈസ് ലൊക്കേഷൻ അല്ലേ. ഈ ലൊക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഗൈഡഡ് മിസൈൽ അയച്ച് ഇവരെല്ലാം വകവരുത്താൻ ഇസ്രായേലിന് സാധിക്കുകയാണ്. ഏത് പാതാളത്തിൽ ഒളിച്ചാലും ഏത് ബിൽഡിങ്ങിൽ ഒളിച്ചാലും കൃത്യമായിട്ട് മിസൈലുകൾ ആ ബിൽഡിങ്ങിൽ തന്നെ, ആ ഒരു നേതാവ് ഏത് ബിൽഡിങ്ങിലാണോ ഉള്ളത് ആ ബിൽഡിങ്ങിനെ വന്ന് തകർക്കുകയാണ് ഇസ്രായേലിന്റെ മിസൈലുകൾ. അതിന്റെ കാരണം എന്താണ്, ഇവരുടെ ലൊക്കേഷനൊക്കെ ഇസ്രായേലിന്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഗൈഡഡ് മിസൈലുകളായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അങ്ങനെ ഇതിന്റെ കാരണം തെരഞ്ഞപ്പോഴാണ് ഹെസ്ബുള്ള ഗ്രൂപ്പിന് ഒരു കാര്യം മനസ്സിലായത്, വില്ലനായി മാറിയത് തങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണാണ് എന്നുള്ള കാര്യം. അങ്ങനെ ഹെസ്ബുള്ള ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോണുകളുടെ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് നിർത്തുകയാണ്. അവർ പേജറുകളിലേക്കും കത്തെഴുത്തിലേക്കും തിരികെയാണ്. കൈകൊണ്ട് കത്തെഴുതുന്ന പഴയ സമ്പ്രദായം, അതുപോലെ തന്നെ പേജറുകൾ എന്ന് പറയുന്ന 1980-കളിലെ വസ്തുവാണല്ലേ. എന്തുകൊണ്ട് ഇവർ ആശയവിനിമയത്തിന് പേജർ തിരഞ്ഞെടുത്തു? ഇപ്പോൾ പഴയ നോക്കിയുടെ ഫോണുകൾ കണ്ടിട്ടില്ല, അതിൻ്റെ അകത്ത് ഹാക്ക് ചെയ്യപ്പെടാൻ മാത്രമുള്ള സോഫ്റ്റ്വെയറുകൾ കാര്യങ്ങളൊന്നുമില്ല. അതുപയോഗിച്ച് ഇതുപോലെ തന്നെ SMS അയച്ചാൽ പോലെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ല, പേജറുകളുടെ ഏറ്റവും വലിയ വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റേഡിയോ ഫ്രീക്വൻസിയാണ് ഉപയോഗിക്കുന്നത്. പഴയ നോക്കിയ ഫോണുകളാണെങ്കിലും അത് നമുക്ക് ടവർ വെച്ച് ഒരാളെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ലേ? സാധിക്കുമായിരുന്നല്ലോ, ഒരു സംശയമില്ലല്ലോ അല്ലേ. പക്ഷേ പേജറുകൾ അങ്ങനെയല്ല, റേഡിയോ ഫ്രീക്വൻസി വഴിയാണ് അത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നൊരു കാര്യമുണ്ട്, അപ്പോൾ ഒരു വയർലെസ് സെറ്റ് നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്, ഇത് നമ്മൾ ഫോൺ ലൊക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ലൊക്കേറ്റ് ചെയ്തുകൂടെ എന്ന്. അപ്പോൾ ഈ നിവിൻ പോളി മറ്റോ ചോദിക്കുന്നുണ്ട്, അത് സ്കൂളിലെ സയൻസ് ടെക്സ്റ്റ് ഒക്കെ ഒന്ന് വായിക്കണം, കാരണം റേഡിയോ ഫ്രീക്വൻസി വെച്ച് ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ഡിവൈസുകൾ നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനൊന്നും സാധിക്കില്ല. എന്തായാലും പേജറുകൾ ഉപയോഗിക്കാൻ ആരംഭിച്ചതോടുകൂടിയിട്ട് ഇസ്രായേലിന് ഇവരെ ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത വരികയാണ്, കാരണം റേഡിയോ ഫ്രീക്വൻസിയാണ്. അങ്ങനെ ഹെസ്ബുള്ള വിചാരിച്ചത് എന്താണ്, ഇനി അവന്മാർക്ക് നമ്മളെ തൊടാൻ പറ്റത്തില്ല, നമ്മൾ കംപ്ലീറ്റ്ലി സേഫ് ആണെന്നല്ലേ. പക്ഷേ പേജറുകൾ ഉപയോഗിച്ച് ഹെസ്ബുള്ളയെ കാത്തുവെച്ചത് മറ്റൊരു വിധിയായിരുന്നു. അങ്ങനെ മാർച്ച് 2024 5000 പേജറുകൾക്കുള്ള ഒരു ബൾക്ക് ഓർഡർ കൊടുക്കാൻ ഹെസ്ബുള്ള തീരുമാനിക്കുകയാണ്. AR-924 എന്ന് പറയുന്ന ഒരു മോഡലായിരുന്നു ഹെസ്ബുള്ള കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. 5000 മേടിച്ചില്ലെങ്കിൽ കാര്യത്തിൽ ഇത്രയും പേരുള്ളതല്ലേ, അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ ഒരു 5000 മേടിക്കാമെന്നായിരുന്നു അവരുടെ തീരുമാനമല്ലേ. പക്ഷേ അവരുടെ ഈ ചർച്ചകളും അവരുടെ തീരുമാനങ്ങളും ഒക്കെ ചോർത്തിയെടുത്തുകൊണ്ട് ഇസ്രായേൽ അപ്പുറത്തുണ്ടായിരുന്നു. ഇസ്രായേൽ ഈ വിവരം കൃത്യമായിട്ട് അറിഞ്ഞു. അതായത് ഇസ്രായേലിന്റെ സൈബർ ഇന്റലിജൻസ് വിഭാഗമായിട്ടുള്ള യൂണിറ്റ് 8200 ആയിരുന്നു ഈ വിവരങ്ങളൊക്കെ ചോർത്തിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കി ഇസ്രായേൽ ഇന്നേ വരെ ചരിത്രത്തിൽ കാണാത്ത ഒരു കളി കളിക്കാൻ തീരുമാനിക്കുകയാണ്. അതായത് ഈ പേജർ സപ്ലൈ ചെയിനിലേക്ക് എന്ത് വില കൊടുത്ത് നുഴഞ്ഞു കയറുക. ഈ ഷെൽ കമ്പനീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്ത്രപരമായിട്ട് ഇതിൻ്റെ സപ്ലൈ ചെയിൻ ഉണ്ടല്ലോ, ഇത് നിർമ്മാണ കമ്പനി നിർമ്മിക്കുന്നത് മുതൽ പല കമ്പനിയിലൂടെ ആയിരിക്കും കൈമറിഞ്ഞ് അവസാനം ഉപഭോക്താക്കളിൽ എത്തുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കടന്നുകൂടാനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുകയാണ്. ഇസ്രായേലിൽ അതിന് സാധിക്കുകയും ചെയ്യുകയാണ്. ഇതിലെ മുൻനിര കമ്പനികളിലൊന്നായിട്ടുള്ള BSE ഗ്ലോബലുമായിട്ട് ഇസ്രായേൽ ലോകത്തിലാവുകയാണ്. BSE ഗ്ലോബൽ ഉള്ളത് ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ്. ഈ BSE ഗ്ലോബലാണ് തായ്വാൻ മാനുഫാക്ചർ ആയിട്ടുള്ള ഗോൾഡ് അപ്പോളോ അവർ ഈ ഒരു
പേജറുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് കണക്ഷൻ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഈ ഗോൾഡ് അപ്പോളോയാണ് ഈ ഹെസ്ബുള്ള ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരറിഞ്ഞില്ല അവരുടെ കൈകളിലേക്ക് വരാൻ പോകുന്നത്, അവർ പോക്കറ്റിലിട്ട് നടക്കാൻ പോകുന്നത് സ്ഫോടന വസ്തുക്കൾ നിറച്ച പേജറുകളാണെന്നുള്ളത്. ഇതേ സമയത്താണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ മലയാളിയായിട്ടുള്ള റിൻസൺ ജോസ് എന്ന വയനാട്ടുകാരന്റെ പേര് കേൾക്കുന്നത് അല്ലേ. റിൻസൺ ജോസും ഇതുമായിട്ട് എന്താണ് ബന്ധം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ഡീലാണ് നടക്കുന്നതല്ലേ. അതായത് ഇസ്രായേലും ഈ പേജർ നിർമ്മാണ കമ്പനിയും ഇടയ്ക്ക് നിൽക്കുന്ന കമ്പനിയും ചതിക്കുന്ന കമ്പനിയും ഒക്കെ ആയിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ട്രാൻസ്ഫർ അവിടെ വരും. ഇസ്രായേലിന് ഇത് ഡയറക്റ്റ് പോയിട്ട് ഇസ്രായേലിൽ ഒരാൾ ചെന്ന് ജസ്റ്റ് പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു ഡീലല്ല. അത്രയും സുരക്ഷിതമായിരിക്കണം, അത്രയും സെക്യൂർ ആയിരിക്കണം, അത്രയും രഹസ്യ സ്വഭാവമുള്ളതാണ്. കാരണം ഇതൊരിക്കലും പുറത്തു വരാൻ പാടില്ല, ഇത് ആരും അറിയാൻ പാടില്ല. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പൈസ ട്രാൻസാക്ഷനാണ് അവിടെ നടക്കുന്നതല്ലേ. ഈ പൈസ ട്രാൻസാക്ഷനൊക്കെ സുതാര്യമാക്കി കൊടുത്തത്, അതെല്ലാം ചെയ്തു കൊടുത്തത് ആരാന്ന് നോക്കുവാണെങ്കിൽ റിൻസൺ ജോസിന്റെ കമ്പനി ആയിട്ടുള്ള നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഇത് നോർവേ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ റിൻസൺ ജോസ് നിലവിൽ നോർവേ സെറ്റിൽഡ് ആണ്. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്ത റിൻസൺ ജോസിന് അറസ്റ്റ് വാറന്റ് ഒക്കെ പ്രഖ്യാപിച്ചു, പക്ഷേ അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും ഇത് ചെറിയ കമ്പനിയൊന്നും അല്ല. ഇപ്പോൾ 2022 തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഇൻകം ടാക്സ് കൊടുക്കാൻ വേണ്ടി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു ഇൻകം എന്ന് പറയുന്നത് $7,25,000 ആയിരുന്നു. അപ്പോൾ ഈ മലയാളിയുടെ കമ്പനിയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ മലയാളി ഇല്ലാത്തൊരു സ്ഥലമില്ല, മലയാളി ഇടപെടാത്തൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുന്നത് സത്യം തന്നെയാണ്. എന്തായാലും അങ്ങനെ ഇസ്രായേൽ BSc കൺസൾട്ടിംഗ് കമ്പനി ഏൽപ്പിക്കുകയാണ്. അവരായിരുന്നു മുമ്പിൽ ഉണ്ടായിരുന്നത് ഈ ഒരു ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന ഇത് നിർമ്മിക്കുന്ന കമ്പനിയുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് സെപ്റ്റംബറിലേക്ക് വരാം. സെപ്റ്റംബർ മാസത്തിലാണ് അവർ ഓർഡർ ചെയ്തിട്ടുള്ള 5000-ഓളം വരുന്ന പേജറുകൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു 3000 വന്ന്, പിന്നീട് പുറമേ ആയിരുന്നു 2000 പേജറുകൾ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവർ പേജറുകളൊക്കെ ഉപയോഗിക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ സെപ്റ്റംബർ 17 വൈകിട്ട് 3:30 കൂടിയിട്ട് ഈ പേജറുകളിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അപ്പോൾ പേജറുകളിലേക്ക് മെസ്സേജ് വരുമ്പോഴേക്കും പ്രധാനമായിട്ടും ഒരു ബീപ്പ് സൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒരു വൈബ്രേഷൻ കൊടുക്കാനുള്ള ചെറിയ മോട്ടറുകളൊക്കെ ഉണ്ടല്ലേ. ആ ബീപ്പ് സൗണ്ട് കേട്ടു. അതൊരു മെസ്സേജുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ, പക്ഷേ അതൊരു ഓർഡിനറി മെസ്സേജ് ആയിരുന്നില്ല, ഒരു സാധാരണ മെസ്സേജ് ആയിരുന്നില്ല. ആ മെസ്സേജ് വന്നതോടെ തന്നെ ഈ പേജറുകളെല്ലാം ഒരേ സമയത്ത് പൊട്ടിത്തെറിക്കുകയാണ്. ആ പേജറുകളെല്ലാം തന്നെ എക്സ്പ്ലോസീവ്സ് ഉണ്ടായിരുന്നു. അതായത് അവർ പോക്കറ്റിലിട്ട് അവരുടെ സ്വകാര്യ ഭാഗത്തോട് ചേർത്ത് വെച്ച്, അല്ലെങ്കിൽ അരയിൽ മറ്റേ ഒരു പൗച്ചില്ല അതിലൊക്കെ കൊണ്ടു നടന്നത് ഒരു സ്ഫോടന വസ്തു നിറച്ച പേജറുകളാണെന്ന് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ സംഭവിച്ച ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ കേവലം ഹെസ്ബുള്ളയിലെ മെമ്പേഴ്സിന്റെ കയ്യിൽ മാത്രമായിരുന്നില്ല ഈ പേജർ എത്തിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ദുഃഖകരമായിട്ട് നമ്മൾ വായിച്ചൊരു വാർത്തയാണ്. ഫാത്തിമ എന്ന് പറയുന്ന ഒരു 9 വയസ്സുകാരി പെൺകുട്ടി തൻ്റെ അച്ഛൻ്റെ പേജറുകൾ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് മെസ്സേജ് വന്നത്. ആ ഒരു കുട്ടി ഇത് പൊട്ടിത്തെറിച്ച് ദാരുണമായിട്ട് കൊല്ലപ്പെടുകയാണ്. ഒരുപാട് ഇതുപോലെ തന്നെ സാധാരണ സിവിലിയൻസിനും ഇത് വലിയ ഗുരുതരമായിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കുകയാണ്. പക്ഷേ ഇത് കേവലം പേജറുകൾ മാത്രം ഒതുങ്ങി നിന്നിട്ടില്ലായിരുന്നു. നമ്മൾ വിചാരിക്കും പേജറുകൾ മാത്രമാണ് ഇസ്രായേൽ ഈ ഒരു ഇത്രയും വലിയൊരു കോംപ്ലക്സ് സ്റ്റൈലിൽ നുഴഞ്ഞു കയറിയിട്ട് ഈ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ല, പിന്നീട് പുറത്തു വന്ന വാർത്ത എന്താണ്? മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കുന്നു, സോളാർ ഡിവൈസുകൾ പൊട്ടിത്തെറിക്കുന്നു, മറ്റ് ചില ഇലക്ട്രോണിക് പാവകൾ പോലുള്ള ഡിവൈസുകൾ പൊട്ടിത്തെറിക്കുന്നു എന്നൊക്കെയുള്ള വാർത്ത കാരണം ആ രാജ്യത്തെ ജനങ്ങൾ അപ്പാടെ ഭയമാകുകയാണ്. കാരണം അവർ സാധാരണ ജനങ്ങളെല്ലാം ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഈ ഫോണുകൾ ഹാക്ക്ഡ് ആണോ, അതിൻ്റെ അകത്ത് എക്സ്പ്ലോസീവ്സ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് പലരും ഫോണുകൾ ഉപേക്ഷിക്കുന്ന, എറിഞ്ഞു കളയുന്ന, നശിപ്പിച്ച് കളയുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു. അവിടുത്തെ എയർപോർട്ട് മൊത്തം പാനിക്കായി. കാരണം എയർപോർട്ട് കംപ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഇലക്ട്രോണിക് ഡിവൈസുകൾ വെച്ചിട്ടാണല്ലേ. എല്ലായിടത്തും ഡിസ്പ്ലേ ഡിവൈസും സെൻസറുകളും എല്ലാം ഇലക്ട്രോണിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ലെബനൻ എയർപോർട്ടിലൊക്കെ ആകെപ്പാട് പരിഭ്രാന്തി പരക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ഇവിടെ പൊട്ടിത്തെറിച്ച ഡിവൈസുകൾ പറയാൻ വിട്ടുപോയ 2 പ്രധാനപ്പെട്ടത്, ഒന്ന് നമ്മളൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടിവിയും റേഡിയോകളുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന ടിവിയിൽ ഒരു സ്ഫോടന വസ്തു ഉണ്ടെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കുമോ? റേഡിയോ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയോ ഇല്ല, അത് പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെയും വലിയ അപകടങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്നടങ്കം നടുങ്ങിയാണ്. ലോക രാജ്യങ്ങൾ വരെ, മറ്റ് മിലിറ്ററിയിലൊക്കെ ടോപ്പായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ പോലും അന്താളിച്ച് പോവുകയാണ്. ഇതെങ്ങനെ സാധ്യമായി? പേജറുകൾ എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന പഴയ 1980-കളിലെ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. അതെങ്ങനെയാണ് ഇവർ തകർത്തത്? ഇതിലെങ്ങനെ സാധിച്ചു? ഇസ്രായേൽ എങ്ങനെ ഈ ഒരു എന്തായാലും എക്സ്പ്ലോസീവ്സ് ഇല്ലാത്തത് പൊട്ടത്തില്ലല്ലോ. അതിൻ്റെ അകത്തൊരു സ്ഫോടനം നടക്കാൻ വസ്തുക്കൾ എന്തായാലും വേണമല്ലോ അല്ലേ. അതായത് ഇസ്രായേൽ ഈ ഒരു പേജർ സപ്ലൈ ചെയിനിലേക്ക് എങ്ങനെ നുഴഞ്ഞു കയറിയോ, ഇസ്രായേൽ ആണോ ഇത് നടത്തിയത് തുടങ്ങി ആകെപ്പാടെ തീ പിടിച്ചിട്ടുള്ള ചർച്ചകളായി പിന്നീട് അങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എക്സ്പേർട്ട് പറയുന്ന പ്രകാരം ഇതിൻ്റെ അകത്ത് എക്സ്പ്ലോസീവ്സ് ലാഡൻ ബാറ്ററീസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ട്രിഗറായി അത് പൊട്ടുന്നൊരു സാഹചര്യത്തിൽ സെറ്റ് ചെയ്ത് വെച്ചതെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഇപ്പം നമ്മളൊക്കെ റിമോട്ടിന് 2 ബാറ്ററികൾ ഉപയോഗിക്കത്തില്ല. ഇതിൻ്റെ അകത്ത് 2 ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു ബാറ്ററി ഈ എക്സ്പ്ലോസീവ്സ് ആണെന്ന് പറയപ്പെടുന്നു ഉണ്ട് താനും. അപ്പോൾ ആ ഒരു ബാറ്ററിയുടെ അകത്തുള്ള എക്സ്പ്ലോസീവ്സ് ആണ്. അത്രയും
ടൈനി ആയിട്ടുള്ള എക്സ്പ്ലോസീവ്സ് ആണ് പൊട്ടിത്തെറിച്ചത്. അത് പൊട്ടിയിട്ട് പോലും 37 പേര് മരിച്ചു എന്ന് പറയുമ്പോൾ എത്ര ശേഷിയുള്ളൊരു സ്ഫോടനമാണ് ആ ഒരു ചെറിയ എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ 3000 ആൾക്കാരുടെ സ്വകാര്യ ഭാഗങ്ങളടക്കമാണ് ആ ഒരു സ്ഫോടനത്തിൽ തകർന്നു പോയിട്ടുണ്ടായിരുന്നത്. അമേരിക്കയുടെ പേരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇസ്രായേൽ നേരത്തെ അമേരിക്കയെ വിവരം ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. US ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആന്റണി ബ്ലിങ്കൻ മുഖാന്തരമായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത് തുടങ്ങിയ വാർത്തകളൊക്കെ വരികയാണ്. എന്തായാലും പേജർ ആക്രമണം എന്നുള്ളത് ഇന്നേ വരെയുള്ള മനുഷ്യ ചരിത്രത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആക്രമണ രീതിയാണ്. നമുക്കൊന്നും ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് രീതിയാണ്. പക്ഷേ ഇത് മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ഭയപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസൊക്കെ സെക്യൂർഡ് ആണോ? ഇതുപോലെ തന്നെ നമ്മൾ എവിടുന്നോ ഫോൺ മേടിക്കും, നമുക്കറിയാം ഇത് ആരാണ് ഉണ്ടാക്കുന്നത്, ആരുടെ കൈകളിലൂടെയാണ് എത്തുന്നത്, നമുക്കിതൊന്നും അറിയില്ല. ഇപ്പോൾ പല വീഡിയോസും കാണാറുണ്ട്. ഒരു പയ്യൻ S24 Ultra 2 വർഷമായിട്ട് ഉപയോഗിച്ച് ഒരു കടയെ കൊണ്ട് കൊടുത്തപ്പോഴാണ് ആ കടക്കാരൻ പറയുന്നത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. പല മലയാളികളും ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഈ മൊബൈൽ ഷോപ്പ് ഓണേഴ്സ് അല്ലേ. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് S24 Ultra ഇരുന്നിട്ട് പോലും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകളിൽ ഇതുപോലെ ഏതെങ്കിലും ഹാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുമോ? ഇല്ല. അപ്പോൾ ഇത് വിളിച്ചോതുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളുടെ സെക്യൂരിറ്റിയെ കുറിച്ച് കൂടിയാണ്. നമ്മളെ ആരാണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഡാറ്റയൊക്കെ ആരാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, അത് വെച്ച് അവർ എന്ത് ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഡാർക്ക് വെബിലൊക്കെ ഒരുപാട് പേരുടെ ഡാറ്റാ ബേസുകളൊക്കെ, അവരുടെ പേര് വിവരങ്ങൾ, ഈവൻ ICMRന്റെ ഡാറ്റയുടെയൊക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റയാണ്. ഒരു വ്യക്തിക്ക് എന്തൊക്കെ അസുഖങ്ങളാണുള്ളത്, അവരുടെ കംപ്ലീറ്റ് മെഡിക്കൽ ഹിസ്റ്ററി അടക്കമുള്ള ഡാറ്റകളൊക്കെ ലീക്കായെന്ന് പറയുമ്പോഴേക്കും എത്ര പ്രശ്നമാണ് കാര്യങ്ങളല്ലേ. ഇത് പ്രത്യേകിച്ചും ലെബനനിലുള്ള ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയ പരിഭ്രാന്തി ചെറുതൊന്നുമല്ല. അവർ എല്ലാവരും നമ്മളെപ്പോലെ തന്നെ അവിടുത്തെ യുവജനങ്ങളും എല്ലാവരും സ്മാർട്ട് ഫോണുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. അവർക്ക് ഫോൺ ഉപേക്ഷിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത് പോക്കറ്റിലിട്ട് നടക്കാത്തൊരവസ്ഥ. ഇങ്ങനെയുള്ള അത്രത്തോളം ഭയപ്പെട്ട് ജീവിക്കേണ്ട, നമ്മുടെ കയ്യിൽ, നിങ്ങളുടെ പോക്കറ്റിൽ, നിങ്ങൾ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, അല്ലാതെ കാണാൻ സാധിക്കത്തില്ലോ, അല്ലെങ്കിൽ TV-യിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ആയിരിക്കുമല്ലോ, എന്തായാലും ഒരു ഇലക്ട്രോണിക് ഡിവൈസുമായിട്ടാണ് നിങ്ങൾ കോൺടാക്റ്റിലുള്ളത്. അത് പൊട്ടിത്തെറിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കാറ് പോലും ഇല്ലല്ലോ. പക്ഷേ അവർക്ക് സദാസമയവും അത് ചിന്തിച്ച് കിടക്കേണ്ട അവസ്ഥ. നമ്മളൊക്കെ കൊറോണ കാലത്ത് എങ്ങനെയാണോ മാസ്ക് വെച്ച് അയ്യോ അത് പകരുമോ എന്ന് പറഞ്ഞ് നടന്നതുപോലെ തന്നെ അവർക്കൊരു ഉപയോഗിക്കുന്ന, നമ്മുടെ വീട്ടിലേക്ക് എന്തോ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് കാണും അല്ലേ, ലാപ്ടോപ്പ് ഇരിക്കുന്നു, ഇവിടെ മൊബൈൽ ഇരിക്കുന്നു, റിമോട്ട്, ക്യാമറ, കമ്പ്യൂട്ടർ എല്ലാം ഇരിക്കുന്നു. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാമെന്നുള്ള ഭയത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അത് വല്ലാണ്ട് നമ്മളെ മാനസികമായിട്ട് വേട്ടയാടുന്ന ഒന്നാണ്. എന്തായാലും ഇത് ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കാരണം സാധാരണക്കാരല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫാത്തിമ എന്ന് പറയുന്ന 9 വയസ്സുകാരി പെൺകുട്ടി അടക്കമാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യുദ്ധങ്ങൾ നടക്കാതിരിക്കട്ടെ. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വീണ്ടും പറയുകയാണ്, യുദ്ധങ്ങൾ നടക്കാതിരിക്കട്ടെ. ഇതുപോലെ മരണപ്പെടുന്നത് നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ അടക്കമുള്ള ഒന്നും അറിയാത്ത സിവിലിയൻസ്, പാവപ്പെട്ട ജനങ്ങളായിരിക്കും. യുദ്ധങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ, ആർക്കും അപകടവും മരണവും സംഭവിക്കാതിരിക്കട്ടെ. ഇത്ര മാത്രമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്, ആഗ്രഹിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ആദ്യത്തെ 1500 പേർക്ക് മാത്രമാണ് സൗജന്യമായിട്ടുള്ളത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ശേഷം സൈനിങ് ഔട്ട്.